ഇന്ന് ജൂൺ 29 എൻ്റെ ബർത്ത്ഡേ ആണ്. സാധാരണ എൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് അതിനോടൊരു ഇൻട്രസ്റ്റ് ഇല്ല. മേ ബി പ്രഗ്നൻസി എന്നെ ടയർഡ് ആക്കുന്നത് കൊണ്ടായിരിക്കാം. ചെറുപ്പം തൊട്ടേ എൻ്റെ ബർത്ത്ഡേ വീട്ടിലുള്ളവർക്കൊക്കെ സ്പെഷ്യലാണ്. ആദ്യത്തെ കൊച്ചായതിൻ്റെ ചെറിയ വഷളത്തരങ്ങൾ. വലിയ ആർഭാടമൊന്നും ഇല്ലെങ്കിലും ഉള്ളതുകൊണ്ട് ഓണം പോലെ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. പുതിയ ഡ്രസ്സ്, പായസം, സ്കൂളിൽ എല്ലാവർക്കും കൊടുക്കാൻ മിഠായി, അങ്ങനെ കൊച്ചു കൊച്ചു സന്തോഷങ്ങള്. മാക്സിമം വന്നപ്പോൾ ഒരു കേക്കും കൂടി എക്സ്ട്രാ ആഡ് ഓൺ ആയി. ദേ ഇവിടെ ഒരാൾ എനിക്ക് ഗിഫ്റ്റ് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഈ പ്രാവശ്യം എൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ഒന്നും മേടിക്കരുതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതായിരുന്നു. പക്ഷെ പിന്നീട് ഞാൻ എണ്ണിപ്പെറുക്കി പറഞ്ഞ് കുറ്റപ്പെടുത്താൻ പാടില്ലല്ലോ. അതുകൊണ്ടാന്ന് തോന്നുന്നു മാക്സിന് ഭയങ്കര ആത്മാർത്ഥതയായിരുന്നു. ഞങ്ങൾ രണ്ടുപേരിലും വെച്ച് ഷോപ്പിംഗ് ഫ്രീക്ക് മാക്സിൻ തന്നെയാ. ഞാൻ കുറച്ച് പിശുക്കത്തി സൈഡാ. എനിക്കുള്ളതും അവനുള്ളതും ഒക്കെ ഷോപ്പ് ചെയ്യാൻ അവന് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. പിന്നെ അവന് നല്ല സെലക്ഷൻ സെൻസും ആണ്. അത് പിന്നെ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. ഇപ്പൊ എന്താണെന്നറിയത്തില്ല, ഈ ജോസ് പ്രകാശ് ഡ്രസ് എൻ്റെ പുതിയൊരു അഡിക്ഷൻ ആണ്. ഹലോ മിസ്റ്റർ പെരേര ഇടാൻ നല്ല കംഫർട്ടാണ്, അതാണ് കാര്യം. സോ അവിടെ നിന്ന് ഞങ്ങൾ ഈ ജോസ് പ്രകാശ് ഡ്രസ്സും വള്ളിച്ചെരുപ്പും സൂസും ഒക്കെ എടുത്തു. അപ്പത്തേക്കും വിശപ്പിന്റെ വിളി വന്നു. സോ നേരെ പാവങ്ങളുടെ മെഗ്ഡിയിലേക്ക് വെച്ച് പിടിച്ച് ലൈറ്റായിട്ട് ഫുഡ് അടിച്ചു. പിന്നെ ഫാമിലി വലുതാകാൻ പോകുന്നതിന്റെ ഭാഗമായിട്ട് കുറച്ചുകൂടി സൗകര്യമുള്ള ഒരു കാർ എടുത്തായിരുന്നു കേട്ടോ ഈ വീക്ക്. ഫോർഡ് ക്യൂഗ. അതിന്ന് വാഷ് ചെയ്യാൻ കൊടുത്തേക്കുമായിരുന്നു. വാഷ് ചെയ്ത് കിട്ടിയപ്പം ബീച്ചിലേക്ക് പോയാലോ എന്ന് പ്ലാൻ ഇട്ടു. ബീച്ചിലേക്ക് പോകാൻ കിലോമീറ്റേഴ്സ് ഒന്നും ട്രാവൽ ചെയ്യണ്ട കേട്ടോ. ലിറ്ററലി ഞങ്ങൾ കടാപ്പുറം മക്കളാണ്. വീട്ടിൽ നിന്ന് ഒരു 5 മിനിറ്റ്സ് അത്രേ ഉള്ളൂ കേട്ടോ ബീച്ചിലേക്ക്. നല്ല രസമാണ് ഈ വഴിയിലൂടെയുള്ള യാത്ര. റൈറ്റ് സൈഡ് മുഴുവൻ കോസ്റ്റ് ലൈനാ. ബീച്ചിൽ ചെന്നപ്പോഴേ അവിടെ എന്തോ ഗാനമേള നടക്കുമായിരുന്നു. ഈ ഇംഗ്ലീഷ് സോങ്സ് ഒന്നും വലിയ വശമില്ലാത്തതുകൊണ്ട് കുറേ നേരം വായുമ്പോൾ ചെന്ന് ബുദ്ധിമുട്ടാൻ നിന്നില്ല. ഞങ്ങൾ കുറച്ചു ദൂരം നടന്നു, കുറേ നേരം ഇരുന്നു. കടൽ ഭയങ്കര ശാന്തമായിരുന്നു കേട്ടോ ഇന്ന്. എനിക്ക് തോന്നുക ഞാനും മാക്സിനും മാത്രമായിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് ആയിരിക്കും ചിലപ്പോൾ ഇതെന്ന്. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ ഗ്രില്ലിസ്ഥാനിൽ പോയി നല്ല ചൂട് ചിക്കൻ ബിരിയാണിയും കഴിച്ചു. വാവ്! ഞാൻ പ്രാർത്ഥിച്ച് സണ്ടർലാൻഡിൽ വന്നൊരു റെസ്റ്റോറൻ്റ് ആണ് ഗ്രില്ലിസ്ഥാൻ. ഇവിടെ വേറെ ഒരു മലയാളി റെസ്റ്റോറൻറ്റ്സ് പോലും ഇല്ലാന്നേ. പിന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ ആശിഷും ഗ്രീഷ്മയും നീനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേ ഗിഫ്റ്റുമായിട്ട്. അങ്ങനെ 2025 ബർത്ത്ഡേയും കടന്നുപോയി. വിഷസ് അറിയിച്ച എല്ലാവരോടും ഒരുപാട് താങ്ക്സ്.